അന്ധകാര മാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുവാത്മാവിൽ നാശമേശുന്ന മോഹന ദിവ്യദാനമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എന്റെ ദൈവത്തെയും എന്റെ സഹോദരി സഹോദരങ്ങളെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എന്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിന്റെ സഭ എന്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അഭിമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടെ പെരുമാറുകയും ചെയ്യും. ദൈവമേ, ഇതാ ഞങ്ങൾ അങ്ങനെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തിരുമുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ തിരുവചനത്തിന്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിന്റെ വിവിധ കർമ്മമണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകജാതനായ ഈശോമിശിഹായിലും സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭ എന്റെ മാതാവും ഗുരുനാഥയുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയിലെ ഒരു മതാധ്യാപകനെന്ന കത്തോലിക്കനായി ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഈ ഉത്തരവാദിത്വം വിശ്വാസപൂർവ്വം നിറവേറ്റുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഇവർ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകളും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. എല്ലാ സാഹചര്യങ്ങളിലും സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവരെ ശക്തരാക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി മതാധ്യപരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെയും പ്രാർത്ഥനാ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ കാലഘട്ടത്തിൽ 12 വർഷത്തെ വിശ്വാസ പരിശീലനം എല്ലാവരും തന്നെ സ്വായത്തമാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നീട് നമ്മുടെ ജീവിതം സഭയിലും സഭയുടെ അനുഷ്ഠാനങ്ങളിലും അനുദിന ജീവിതത്തിലും എപ്രകാരമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുതിർന്നവരുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്നത്തെ വിശ്വാസ പരിശീലനം കേവലം അറിവിന്റെ തലത്തിൽ നിന്നും അനുഭവത്തിന്റെ തലത്തിലേക്ക് വളരാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കുറെ വസ്തുതകൾ കുട്ടികളിലേക്ക് ലഭിച്ച ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം നയിച്ച് വിശുദ്ധയായി മാറിയ നമ്മുടെ ഇടവക മധ്യസ്ഥയായ മറിയം ത്രേസ്യയെ പറ്റി ചിന്തിക്കുന്നത് ഈ സുദിനത്തിൽ അഭികാമ്യമാണ്. പ്രത്യേകിച്ച് ഇടവക തിരുനാളിനായുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന ഈ സമയത്ത് വിശുദ്ധയെ പറ്റി അറിയുന്നത് കൂടുതൽ ഉചിതമാകുന്നു. തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിലെ ചെറുമേൽ മങ്കിടിയൻ തോമ Trust in the Lord with all your heart. Proverbs 3 verses 3. Give thanks to the Lord because He is good. Trust in the Lord with all your heart. Proverbs 3:3.
I can do everything through Him who gives me strength. Children, obey your parents in everything, for this pleases the Lord. Colossians chapter 3 verses 20. ത്രേസ്യയുടെ ജീവിതകാലത്ത് പറഞ്ഞ വാക്കുകളാണ്. ഇവര് നിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അത് മേടിച്ച് വായിച്ചു നോക്കണം. ത്രേസ്യ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എന്താണ് പറഞ്ഞത്. കുട്ടികളുടെ വീട്ടിലും പോയിട്ട് ഇത് കുറച്ച് ദിവസം വെച്ച് പഠിച്ചിട്ട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇത് വ്യത്യസ്തമാക്കി വരുവാണെന്ന്